ഹലോ ഹായ് നമസ്കാരം. വാഴ 2 തിയേറ്ററിൽ പോയി കണ്ടു. ഒരു രക്ഷയില്ല, കിടിലം പടം. കോമഡി എന്റർടൈനർ മൂവിയാണ്. ചിരിച്ച് ഉപ്പാട് വന്നു ഈ സിനിമ കണ്ടിട്ട്. ഇതിൽ ചിരിക്കാനുണ്ട്, കരയാനുണ്ട്, ചിന്തിക്കാനുണ്ട്, സന്തോഷിക്കാനുണ്ട്, അങ്ങനെ എല്ലാം കൂടി കൂടിച്ചേർന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്റർടൈൻമെന്റ് മൂവിയാണ്. തിയേറ്ററിൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട പടമാണ്. എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി നിങ്ങൾ എല്ലാവരും കാണണം. വാഴ ഫസ്റ്റിന്റെ പോലെ തന്നെ സെയിം ടെംപ്ലേറ്റഡ് സ്റ്റോറി തന്നെയാണ് ഈ സിനിമയുടെ. 4 ഫ്രണ്ട്സ്, അവരുടെ +2 സ്കൂൾ കാലഘട്ടം, അത് കഴിഞ്ഞുള്ള സ്ട്രഗിൾസ്, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ സിനിമയിൽ. സിബ്ലിങ്സ് തമ്മിലുള്ള റിലേഷൻ, അച്ഛൻ മകൻ, അമ്മ മകൻ തമ്മിലുള്ള റിലേഷൻ, ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നുണ്ട്, സ്കൂളിലെ റിലേഷൻഷിപ്പുകൾ കാണിക്കുന്നുണ്ട്, ടീച്ചർ കുട്ടികൾ അവർ തമ്മിലുള്ള റിലേഷൻ, അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ, അങ്ങനെ നമ്മളെ ഇമോഷണലി കണക്റ്റഡ് ആക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. 2.25 മണിക്കൂറുള്ള ഒരു സിനിമയാണ്. പക്ഷേ ഒരു നിമിഷം പോലും നമ്മളെ ബോറടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. തുടക്കം മുതൽ അവസാനം വരെ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആണ് മൂവി. ഒരുപാട് കോമഡി സംഭവങ്ങൾ ഇത് സിനിമയിൽ കാണിക്കുന്നുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ, നമ്മുടെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ, അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് വേണ്ടിയുള്ള സ്ട്രഗിൾ, നമ്മൾ പുറത്ത് ഒരു രാജ്യത്ത് ജോലിക്ക് പോയി കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്ട്രഗിൾ, അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് റിലേറ്റ് ആവുന്ന രീതിയിൽ നല്ല രസമായിട്ട് തന്നെയാണ് ഈ സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. വിപിൻ ദാസ് ആണ് ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത്. സവിൻസയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഈ സിനിമയുടെ ഇടയിലൂടെ അവർ ഈ കാലഘട്ടത്തിലെ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ഒരുപാട് യുവാക്കളുണ്ട്. അപ്പോൾ അവർക്കൊരു ഉപദേശം എന്ന രീതിയിൽ ഒരുപാട് സംഭവങ്ങൾ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അത് നല്ല രസമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് ഈ സിനിമയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വെറുതെ കോമഡി കാണിച്ച് പോവുകയല്ല, നല്ല ഒരു മെസ്സേജ് കൂടി ഈ സിനിമയിലൂടെ ഇവർ കൊടുക്കുന്നുണ്ട്. ഈ സിനിമയുടെ ഒരു ഗംഭീര പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഹാഷിർ, അലൻ, അജിൻ, വിനായകൻ, അവർ 4 പേരാണ് ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. അപ്പോൾ ഇവരുടെ റീൽസൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് റീൽസിൽ പോലെ തന്നെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സിനിമ സീരിയസ് നോട്ടിലേക്ക് വരുമ്പോഴും ഗംഭീര പെർഫോമൻസ് ആണ് ഇവർ കാഴ്ചവെച്ചത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല ഇവരിൽ നിന്ന് ഇതുപോലൊരു പെർഫോമൻസ്. അപ്പോൾ നല്ല രസമായിട്ടാണ് ഇവർ പെർഫോം ചെയ്തേക്കണം. അതുപോലെ തന്നെ സിനിമയിലെ ബാക്കിയുള്ള അഭിനേതാക്കളും, റീൽസിലുള്ള ഒരുപാട് ആക്ടേഴ്സ് വരുന്നുണ്ട്. അവരൊക്കെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചേക്കുന്നത്. ഇതിൽ അമീൻ ഗ്യാങ്ങിന്റെ ഒരു തിയേറ്റർ സീനൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ല, കിടിലൻ കോമഡി സംഭവങ്ങളൊക്കെ ആയിരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ അൽഫോൺസ് പുത്രൻ ചെയ്ത ഒരു പോലീസ് ഓഫീസറിന്റെ കഥാപാത്രമാണ്. സെക്കൻഡ് ഹാഫിലാണ് പുള്ളി വരുന്നത്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസും ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു ആ സീനുകൾ. അതൊരു ഉപദേശം മോഡലാണ് പറയുന്നത്, പക്ഷെ ഭയങ്കര എൻഗേജ് ആയിട്ട് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു. ആ സീനൊക്കെ ഭയങ്കര കയ്യടിയായിരുന്നു തിയേറ്ററിൽ. നല്ല രസമായിട്ട് തന്നെ അൽഫോൺസ് പുത്രൻ ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി കഥാപാത്രങ്ങൾ, ഇതിൽ ബിജുക്കുട്ടന്റെ ഒരു കഥാപാത്രമുണ്ട്. ഒരു രക്ഷയില്ല, നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ സുധീഷ്, അജു വർഗീസ്, വിജയ് ബാബു, അപ്പോൾ ഇവരൊക്കെ കിട്ടിയ കഥാപാത്രങ്ങൾ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ, നമ്മുടെ അയൽവക്കങ്ങളിലൊക്കെ നമ്മൾ കണ്ട കഥാപാത്രങ്ങളെ തന്നെ നല്ല രീതിയിലാണ് ഇവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അങ്കിത് മേനോനാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത മ്യൂസിക് ആയിരുന്നു കേട്ടോ. സോങ്ങുകൾ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ വാഴ 1 ഉള്ള സോങ്സിൻ്റെ ഒക്കെ ഒരു റിപ്പീറ്റേഷൻ സോങ്ങുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അഖിൽ ലൈലാസോറിനാണ് ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത്. ഗംഭീര വർക്ക് തന്നെയായിരുന്നു. അതുപോലെ സിനിമയുടെ എഡിറ്റിംഗ് കണ്ണൻ മോഹനാണ് എഡിറ്റിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് മൂവിയാണ്. ഒരുപാട് ചിരിക്കാനും ഒരുപാട് ചിന്തിക്കാനും കുറച്ച് കരയാനും എല്ലാം ഉള്ള ഒരു ഗംഭീര സിനിമ തന്നെയാണ്. പിന്നെ എൻഡ് ക്രെഡിറ്റ്സിൽ ഒരു ഗംഭീര സംഭവം വരുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും മിസ്സാക്കരുത്, അടിപൊളിയാണ്. അപ്പോൾ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.